ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന 3 വഴികളാണ്. ഹൈറ്റ് ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ്, എസ്പെഷ്യലി ദേഷ്യം, സങ്കടം, ആങ്സൈറ്റി, ഉത്കണ്ഠ, ഇതൊക്കെ അനുഭവിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ചെറുപ്പം മുതൽ പലപ്പോഴും നമ്മുടെ ലൈഫിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. പക്ഷേ പലർക്കും അതിനെ എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. നമ്മൾ യൂഷ്വലി അതിനെ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ബൈ ബിഞ്ച് വാച്ചിങ് സംതിങ് ഓർ മദ്യത്തിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസിലേക്കൊക്കെ തിരിയുക. അങ്ങനെ പല അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സപ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു ബോട്ടിലിൽ ഗൺ പൗഡർ ഇടുന്നത് പോലെയാണ്. അത് ഓരോ സ്പൂൺ വീതം ഓരോ പ്രാവശ്യവും ഇട്ട് കൊടുത്ത് അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു നെക്കിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ ഒരു ചെറിയ സ്പാർക്ക് മതി അത് പൊട്ടിത്തെറിക്കാനായിട്ട്. സോ അതുപോലെ തന്നെയാണ് സപ്രസ്ഡ് ഇമോഷൻസ്. മറ്റേ പോയിന്റ് ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. സോ പ്രോപ്പർലി നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോർ അവർ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. സോ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? അതിന് സഹായിക്കുന്ന 3 വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ബ്രീത്തിങ് ആണ്. ഞാൻ പല തരത്തിലുള്ള ബ്രീതിങ് എക്സസൈസുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബോക്സ് ബ്രീതിങ് ഒക്കെ പെടും. അതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു 3 സ്റ്റെപ്പ് ബ്രീതിങ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ 2 പ്രാവശ്യം ഇൻഹെയിൽ ചെയ്യുക, 1 പ്രാവശ്യം ലോങ് ആയിട്ട് എക്സെയിൽ ചെയ്യുക. അതായത് 2 ഇൻഹലേഷൻ, അതായത് അങ്ങനെ 2 പ്രാവശ്യം ഇൻഹെയിൽ ചെയ്യുക, 1 പ്രാവശ്യം ലോങ് ആയിട്ട് എക്സെയിൽ ചെയ്യുക. ഇതാണ് ബ്രീത്തിങ്. സോ ഇതൊരു 3-4 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒരു കാമായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക. നമ്മളുടെ മനസ്സിലൂടെ പോകുന്ന ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ടുള്ള വഴികൾ നമ്മൾ സെലക്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു ബ്രീതിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഷാർപ്പായിട്ട് ആ ഒരു അവസ്ഥയെ പറ്റി മനസ്സിലാക്കാനും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ കണ്ടെത്താനും സാധിക്കും എന്നുള്ളതാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. ഇതും ഞാൻ പലപ്പോഴും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു ഹൈറ്റ് ഓഫ് ഇമോഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ഒരു ഇമോഷനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് മറ്റാരെയും ഉപദ്രവിക്കാതെ നമുക്ക് ആ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വഴിയാണ് ജേർണലിംഗ് എന്നുള്ളത്. നമ്മളുടെ ആ ഒരു ഇമോഷൻസ്, നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എഴുതാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെ എഴുതിയതിന് ശേഷം അത് വേറെ ആരും കാണണ്ട എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് യു ക്യാൻ അതിനെ ഒന്ന് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ഇറ്റ് പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം. അതിലൂടെ ആ ഒരു ഇമോഷൻസിനെ റിലീസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് അടുത്ത മെത്തേഡ്, തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹൈറ്റ് ഓഫ് ഇമോഷൻ നിങ്ങൾക്ക് അൺബെയറബിൾ ആയിട്ടുള്ള ഇമോഷൻ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക കഥ കടച്ച് റൂമിലിരുന്ന് ഒരു തലയാണ എടുത്ത് മുഖത്ത് വെച്ചിട്ട് യു ക്യാൻ സ്ക്രീം ഇൻ ടു ഇറ്റ്. നിങ്ങൾക്ക് ലിറ്ററലി അലയ്ക്കാം. നിങ്ങളുടെ ആ ഒരു ഇമോഷൻ പുറത്തേക്ക് കളയാനായിട്ട് യു ക്യാൻ ലിറ്ററലി സ്ക്രീം ഇൻ ടു ദാറ്റ് പില്ലോ, അല്ലെങ്കിൽ ആ പില്ലോയിൽ ഇടിക്കാം. നമുക്ക് ആ ഒരു എനർജി പുറത്തേക്ക് പോകാനായിട്ട് ആ ഒരു പില്ലോയിൽ നമ്മൾ ഇടിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ അത് പ്രോപ്പർലി റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് തരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഇമോഷൻസ് ഉണ്ടാവുക നോർമലാണ്. അത് പക്ഷെ നല്ല രീതിയിൽ അതിനെ സപ്രസ് ചെയ്യാതെ നല്ല രീതിയിൽ അതിനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത, നമുക്കും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അതിനെ റിലീസ് ചെയ്യാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.